ഇബ്നു ഹജർ വിവരിക്കുന്ന വിവരണമാണ് മഹല്ലുഹു. മരിച്ച പ്രദേശത്ത് കബറടക്കുന്നില്ല, മയ്യത്തങ്ങ് നാട്ടിൽ കൊണ്ടുപോവാ. എന്നാൽ അത് എപ്പോഴാണ് കൊണ്ടുപോകേണ്ടത്? ഇത് പഠിച്ചോ? ഒരു കുറ്റിപ്പള്ളൊരു മുസ്ലിയാർ, ഒരു മദ്രസ അധ്യാപകനാ, കഥാക്ക് ഇവിടുന്ന് മരിച്ചു, നാട്ടിൽ അറിയിച്ച് പെട്ടെന്ന് ഒരു വണ്ടിയും കൊണ്ടുവന്ന് വേഗം ഓരോരുത്തം വണ്ടിയിൽ അങ്ങനെ വെച്ചു കൊടുക്കല്ല. മഹല്ലുഹു, മരിച്ച പ്രദേശത്തുള്ള ഖബർസ്ഥാനിൽ കബറടക്കുന്നില്ല എങ്കിൽ മറ്റൊരു സ്ഥലത്തെ കബറടക്കാൻ കൊണ്ടുപോവുകയാണെങ്കിൽ മഹല്ലുഹു, അതിൻ്റെ സമയം എപ്പോഴാണ്? ബഅദ ഗുസ്ലിഹി, മരിച്ച പ്രദേശത്ത് വെച്ചുകൊണ്ട് കുളിപ്പിക്കണം. വതക്ഫീനിഹി, അവിടെ വെച്ചുകൊണ്ട് കഫൻ ചെയ്യണം. വസലാത്തി അലൈഹി, അവിടെ വെച്ചുകൊണ്ട് മയ്യത്ത് നമസ്കാരം നടക്കണം. എന്നിട്ട് വേണം ഖബറടക്കാൻ നിങ്ങൾ കൊണ്ടുപോയിക്കോ. ലിഅന്നൽ ഫർള തഅല്ലഖ ബിഅഹ്ലി മഹല്ലത്തി മൗതി, ഈ 4 സംഗതിയില്ലേ, കുളിപ്പിക്കല്, കഫൻ ചെയ്യല്, നിസ്കരിക്കല്, ഖബറടക്കൽ, ഈ 4 സംഗതി തഅല്ലഖ ബിഅഹ്ലി മഹല്ലത്തി മൗതി, ആ മരിച്ച പ്രദേശത്തുകാരോട് ബന്ധപ്പെട്ടതാണ്. ഫലാ യസ്ഖുതു ഹില്ലുൻ നഖൽ, അപ്പം ആ ഫർദിനെ ഖബറടക്കുക അവൻ്റെ കുടുംബത്തിൻ്റെ അരിയത്തേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞത് കൊണ്ട് മറ്റൊന്നും ഇവിടുന്ന് ഒഴിവായിക്കൂടാ. അപ്പോൾ കൊണ്ടുപോവുകയാണെങ്കിൽ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമസ്കരിച്ചിട്ട് വേണം കൊണ്ടുപോകാൻ. മെഡിക്കൽ കോളേജിൽ വെച്ചുകൊണ്ട് നമ്മളെ നാട്ടുകാരൻ മരിച്ചാലും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. വടകര ഹോസ്പിറ്റലിൽ വെച്ചുകൊണ്ട് ചെറിയമേലൊരു വ്യക്തി മരിച്ചാലും ചെയ്യേണ്ടത് ഇങ്ങനെയാണ്. കാസർഗോഡ് ജില്ലയിൽ ഞാനൊരു അവസരം അതിന് പോയി. അപ്പോൾ അവിടുത്തെ പള്ളിയിൽ അങ്ങനെ പറഞ്ഞ നല്ലൊരു റൂം, അത് തുറക്കുന്നേ ഇല്ല. ഞാൻ ജാൻ്റെ റൂം ഒരിക്കലും തുറക്കാത്ത. അപ്പം എന്നോട് പറഞ്ഞു, ഇത് ഈ പ്രദേശത്തുനിന്ന് ആസ്പത്രിയിൽ നിന്നിട്ടൊക്കെ മരിച്ചാൽ ഞാൻ ഇവിടെ കൊണ്ടുവന്നു. അതിൻ്റെ അകത്ത് എല്ലാ സൗകര്യമുണ്ട്, അടുപ്പുണ്ട്, ചെമ്പുണ്ട്, ടേപ്പുണ്ട്, വെള്ളമുണ്ട്, എല്ലാം ഉണ്ട്. റാഹത്തായി കുളിപ്പിച്ച് തോർത്തി കഫൻ ചെയ്ത് ഇങ്ങനെ പെടുത്ത് വെച്ച് നിസ്കരിച്ച് അതിൻ്റെ വണ്ടിയിലങ്ങ് വെച്ചു കൊടുക്കും. എനിക്ക് എന്തോ ഒരു സന്തോഷമായിപ്പോയി, വല്ലാത്തൊരു സന്തോഷമായിപ്പോയി. ഞങ്ങൾ ഈ കഴിഞ്ഞ ഹജ്ജ് കഴിഞ്ഞിട്ട് അസീസിയയിലാണ് താമസിച്ചിരുന്നത്. താമസിക്കുന്ന ദിവസം എല്ലാത്തിനും ഹറമിൽ പോകലില്ല, കുറേ ദൂരെ പോകണം, കുറേ നടക്കണം, വാഹനത്തിന് കയറണം. അപ്പം താഴെ പള്ളി നിനക്ക് അസീസിയ, ആ പള്ളിൻ്റെ ഒന്നാമത്തെ വാതിൽ കടന്നാൽ അവിടെ ഒരു ബോർഡ്, ആ ബോർഡ് വായിച്ചപ്പോൾ ഒരു മയ്യത്തിനെ അതിൻ്റെ കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി ഒരു സംഘടന, ആ സംഘടനയുടെ പരസ്യ. അപ്പം മരിച്ച ഓലെ അറിയിച്ചാൽ മതി, ആണായാലും ശരി പെണ്ണായാലും ശരി. അപ്പോൾ എടുത്തു കൊണ്ടുപോയി റാഹത്തായി കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോയിക്കോൾ. പെണ്ണുങ്ങളാണ് പെണ്ണുങ്ങൾ, ആണുങ്ങളാണ് ആണുങ്ങൾ. അതൊരു സംഘടന. അതൊക്കെ നമ്മളെ ആസ്പത്രിയൊക്കെയുള്ള പ്രദേശത്തൊക്കെ ഉണ്ടാവൽ ആവശ്യമാണ്. നമ്മൾ പള്ളിയുടെ വില തന്നെ പിന്നെയും പള്ളി, എത്തിങ്ങാൻ്റെ വില പിന്നെയും എത്തിങ്ങാൻ, എല്ലാവരും ബരാബറാകും. വേണ്ടത് ഒരുപാട് സംഗതിയില്ലേ. വടകരൊക്കെ ആസ്പത്രിയിലൊക്കെ ഒരു റൂം അതിന് വെക്കുക. ഈ ആസ്പത്രി എന്നാലും മരിച്ചാൽ അതിൻ്റെ ഇസ്ലാമികമായ സംഗതി ഒക്കെ ചെയ്തിട്ട് ഇവിടുന്ന് വിടണം. ഇവിടുന്ന് കുളിപ്പിച്ച് കഫൻ ചെയ്ത് നിസ്കരിച്ച് അതിൻ്റെ ആംബുലൻസിനെയും കൊണ്ടുവരി. എന്നാൽ എന്തൊക്കെ സൗകര്യമാടോ, എന്തൊക്കെ സൗകര്യം. മയ്യത്തിങ്ങെത്തിയാൽ ഇവിടെ ചെമ്പും നോക്കണ്ട, അടുപ്പും നോക്കണ്ട, തീയും നോക്കണ്ട, മടലും നോക്കണ്ട, കൗക്കോലും നോക്കണ്ട, ഒന്നും നോക്കണ്ട. ഒന്ന് മൂട് തുറന്ന് കാണ്ടവരൊക്കെ കണ്ട് വേഗം വണ്ടി കൊണ്ടുപോയിക്കൂടെ. ഇതൊക്കെ ഉത്തരവാദപ്പെട്ട ആളുകളൊക്കെ ഈ സദസ്സിലുള്ളത് കൊണ്ടാണ്. അതൊക്കെ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാക്കിയാൽ അതൊക്കെ വളരെ നല്ലതാണ്. വാണിമേലുള്ള ഒരാൾ വില്യാപ്പള്ളി MJ ഹോസ്പിറ്റലിൽ മരിച്ചാൽ വില്യാപ്പള്ളിക്കാർ ഖബർസ്ഥാനി പരമ്പരയുമായിട്ട് വിളപ്പം ഖബർസ്ഥാനിലുള്ള പ്രദേശമാണ്. അപ്പോൾ വാണിമേലേക്കാണ് അവനെ കൊണ്ടുപോകുന്നവൻ്റെ കുടുംബങ്ങളുള്ളത് കൊണ്ട് അത് കൊണ്ടുപോയിക്കോ. ഈ വില്യാപ്പള്ളി മുസ്ലിം ജമാഅത്തിൻ്റെ കീഴിൽ ഇതൊന്ന് നടക്കണം. മറ്റൊരു മഹല്ലിൽ ഇവിടുന്ന് മരിച്ചിട്ട് കൊണ്ടുപോകാണെങ്കിൽ ഇവിടുന്ന് മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്ത് പള്ളിയിൽ കൊണ്ടാച്ച് നിസ്കരിച്ച് കൊണ്ടുപോയിക്കോട്ടെ. ഇതൊക്കെ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്.